ശ്രീനാഥ് ഭാസി നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ കറക്കം തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. കറക്കം എങ്ങനെയുണ്ട് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മ്യൂസിക്കൽ ഹൊറർ കോമഡിയാണ്. മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക്കൽ ഹൊറർ കോമഡി എന്ന് പറഞ്ഞിട്ടാണ് അവരിത് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ പ്രേതങ്ങളായിട്ടുള്ള ആളുകൾ സ്ഥിരം പറയുന്ന അവർക്ക് ആകെയുള്ള ഡയലോഗ് എന്ന് പറയുന്നത് തിരിച്ചു പോകണം എന്നുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയവും അങ്ങനെ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നെ സംബന്ധിച്ച് എങ്ങോട്ടും പോകുന്നില്ല. അതായത് കാര്യം ഇതാണ് എന്ന് പറഞ്ഞു, ശരി നിങ്ങൾ അവിടുന്ന് മുന്നോട്ട് പോകും, പക്ഷേ കാര്യം ഇതാണ് എന്ന് പറഞ്ഞ് വീണ്ടും നിന്ന് കറങ്ങുന്നത് പോലെ തോന്നി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു, എങ്കിലും അത് കുറച്ചും കൂടി പ്രേക്ഷകനുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എഴുതി ഉണ്ടാക്കപ്പെടുകയും അതിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് വരികയും ചെയ്തിരുന്നെങ്കിൽ എന്ന് വല്ലാത്തൊരു കൊതി തോന്നി. എന്നെ സംബന്ധിച്ച് ഒരു ശരാശരിയിൽ താഴെ നിൽക്കുന്ന സിനിമ അനുഭവമാണ് കറക്കം സമ്മാനിച്ചിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ, പ്രത്യേകിച്ച് ഒരു ചെറിയ മുറിക്കകത്ത്, ഒരു ലോഡ്ജ് മുറിക്കകത്ത് 5 പ്രേതങ്ങളും 2 ആളുകളും എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴും ആ സ്പേസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഭയങ്കര കൺജഷൻ ഫീൽ ചെയ്യല്ല ചെയ്യുക. ഇപ്പോൾ ഇവർക്ക് ഡാൻസ് കളിക്കണം, അതുപോലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു റൂമിനെ അതിൻ്റെ എല്ലാ ക്ലട്ടേഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാണിക്കുന്നതിനോടൊപ്പം അതിനകത്തൊരു സ്പേസ് ഉണ്ട്, ഇവരെല്ലാവരും ഫ്രെയിമിലുണ്ട്. അപ്പം നമ്മൾ ഈ ലെൻസ് സെലക്ഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചെറിയ സ്പേസിലേക്ക് വരുന്ന സമയത്ത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ വണ്ടിയിലാണ് കുറച്ച് സമയം ഉള്ളത്, അപ്പോൾ ആ സമയം വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ വിഷ്വലി എനിക്ക് രസമായിട്ട് തോന്നി. പക്ഷേ ദി മോസ്റ്റ് അട്രാക്റ്റീവ് ആ പരിപാടിയൊന്നുമല്ല പറയുന്നത്, രസമായിരുന്നു. പിന്നെ ഈ പ്രേതങ്ങളുടെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും പറ്റാത്ത പ്രേതങ്ങൾ എന്ന് പറയുന്നല്ലോ, അതിനെ ഒരു തമാശ രൂപേണ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിലെ പ്രേതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോര കുടിച്ച് പുറകെ നടന്ന് ശല്യം ചെയ്ത് നമ്മളെ അങ്ങോട്ട് വെറുപ്പിക്കുന്ന ആ ഒരു പരിപാടി ഇല്ല. മാത്രമല്ല ഈ പ്രേതങ്ങൾക്ക് ചെറിയ ചില ആവശ്യങ്ങളുണ്ട്, അത് അവർ മാന്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് കൂട്ടത്തിൽ സംസ്കാരമുള്ള ചെവിതലേക്ക് ഏൽപ്പിക്കാതെ പോടാ എന്ന് നമുക്ക് പ്രേതത്തിനോട് പറയാൻ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ പ്രേതമല്ല, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള 5 പ്രേതങ്ങൾ അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു, നമുക്ക് നമ്മുടെ പണിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള ആ ഐഡിയ ഓഫ് ഗോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമയുടെ ലെങ്ത് 1.25 മണിക്കൂറേ ഉള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇമോഷണലി ഹുക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സിനിമ ഇതിനപ്പുറം നീണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലാഗായിട്ട് തോന്നും, അല്ലെങ്കിൽ എണീറ്റ് ഓടാൻ തോന്നുക എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷേ ഇവിടെ ലെങ്ത് വളരെ കുറവായിരുന്നു. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യമാണ് പറയേണ്ടത്. മ്യൂസിക്കൽ ഹൊറർ കോമഡി ആണല്ലോ. സാം സിയസ് ആണ് സംഗീതം ചെയ്തിട്ടുള്ളത്. മൈക്കിൾ ജാക്സൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് വരുന്ന പ്രേതങ്ങളാണ്. അവർ ഇവിടുന്ന് പുറകോട്ടൊരു 30 വർഷം മുമ്പത്തെ ആത്മാക്കളാണ്. അപ്പോൾ ആ സമയത്തെ വളരെ പോപ്പ് ഹിറ്റുകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ടൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രേതങ്ങളുടെ പാട്ടുകൾ വരുന്ന സമയത്ത് ഉണ്ടാവേണ്ടത്. അതൊക്കെ അങ്ങനെ തന്നെ പോയിട്ട് അവർ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മ്യൂസിക്കിൽ. പക്ഷേ ഇനിയും എന്തൊക്കെയോ വേണം എന്ന് പറയുന്ന പോലെ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ തോന്നി. ഇപ്പോൾ ഉദാഹരണത്തിന് പാട്ടുകളോ മറ്റോ ഒക്കെ ആണെങ്കിലും തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കൂടെ വരിക, അല്ലെങ്കിൽ നമുക്കൊന്ന് കേട്ട് നോക്കണമല്ലോ എന്ന് തോന്നുക, ആ പറയുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. ഓവറോൾ ഓക്കേഷ് ഗുഡ് പരിപാടിയാണ്. ഇനി നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ കഥയും കഥാഗതിയുമാണ്. അതായത് 2 ബോധമില്ലാത്ത ആൾക്കാർ, എന്ന് വെച്ചാൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ലാതെ കറങ്ങിയെടുത്ത് കിടക്കുന്ന 2 പേര്, അവരൊരു രാത്രി പരിചയപ്പെടുന്നു, മദ്യപിച്ച് സെമിത്തേരിയിലെത്തുന്നു, അവിടെ വെച്ച് അവർ കുരിശ് മോഷ്ടിക്കുന്നു, അതിൻ്റെ പുറകെ അവരുടെ കൂടെ പ്രേതങ്ങൾ വരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സിനിമയുടെ മുഴുവൻ കഥയും പറഞ്ഞൊന്നല്ല, ജസ്റ്റ് തുടക്കം മാത്രമാണ്. പക്ഷേ ഈ തുടക്കം എന്ന് പറയുന്നത് പ്രേതങ്ങൾ അവരെ ശല്യം ചെയ്യാൻ തുടങ്ങി, പിന്നീട് എന്ത് സംഭവിക്കുന്നു, അവരുടെ മനസ്സമാധാനത്തിന് എങ്ങനെ ഹേർട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ ഏകദേശം 45 മിനിറ്റോളം ഇവർ എടുക്കുന്നുണ്ട്. പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് മുഴുവൻ കണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് സിനിമ മൂവ് ചെയ്യുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രേതങ്ങൾ ഇവരുടെ കൂടെ കൂടുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യണമല്ലോ. ബേസിക്കലി ഇവർ തന്നെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇവർക്കൊന്നും ജീവിതത്തിലെ ലക്ഷ്യങ്ങളോ സമയത്തിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള 2 ആൾക്കാർ, 2 ബോധം കെട്ടവന്മാരെന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ആ ഒരു രീതിയിലാണ് ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ പ്രേതങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ ഉറക്കം മുട്ടുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊന്നും കാണുന്നില്ല. അപ്പം അവരവിടെ ഇരുന്നോട്ടെ, ഇപ്പം ഞാനാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത പ്രേതമാണ് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു റീസൺ ഉണ്ടല്ലോ, പ്രേതങ്ങൾ നമ്മുടെ കൂടെ കൂടി അവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ എനിക്ക് പ്രാന്തായി പോകും എന്ന് പറയുന്ന പോലത്തെ ആ സംഭവം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞു പ്രേതങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള നല്ല ഗോസ്റ്റ് പരിപാടിയൊക്കെ രസമാണ്. പക്ഷേ ഇവരെ കൊണ്ടുകളയാൻ തോന്നുന്നൊരു റീസൺ കൂടി വേണ്ടേ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും അങ്ങോട്ട് ശരിയായില്ല, മസാല കറക്റ്റായിട്ട് പിടിച്ചിട്ടില്ല എന്ന് തോന്നി. പിന്നെ പറയേണ്ടത് ഭാസിയുടെ പെർഫോമൻസ് ആണ്. എനിക്ക് ശ്രീനാഥ് ഭാസി ശരിക്കും താല്പര്യമില്ലാഞ്ഞിട്ട് പുള്ളിയെ നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്ന പോലെ ആണ് എനിക്ക് തോന്നിയത്. പുള്ളിയിൽ ആ ഒരു നീരസം അഭിനയത്തിൽ പ്രകടമാവുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ കൂടെ പ്രവീൺ DJ ഉണ്ട്. അപ്പോൾ ഇവർ 2 പേരുമാണ് ഈ പ്രേതങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വല്ലാണ്ട് പേടിക്കുകയും ചില സമയത്ത് ശ്രീനാഥ് ഭാസി ആ ഒരു സ്കെയിലിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ശ്രീനാഥ് ഭാസി ആവുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തൊരു കാര്യം ചോദിച്ചിട്ട് ഇവർ തിരിച്ച് ഓടി കയറി വരുമ്പോൾ ശ്രീനാഥ് ഭാസിയുടെ അതുവരെ ഉണ്ടായിരുന്ന ക്യാരക്ടറും ഡയലോഗും ഒന്നുമല്ല. ഇയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂളായിട്ട് ചിരിച്ച് എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുന്ന പോലത്തെ എനിക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഫീൽ ചെയ്തു.
പ്രവീൺ DJ കുറച്ചും കൂടി ഇടുന്ന പോലെ തോന്നി അഭിനയത്തിൽ. പക്ഷേ അതിനെ ബാലൻസ് ചെയ്യാൻ പാകത്തിന് ഇപ്പം ഞാൻ വേറൊരാളുടെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആളും അതുപോലെ ഒരു ഇൻപുട്ട് തരണം. എനിക്ക് ആ ഒരു സംഭവം അവർക്കിടയിൽ ആ കോംബോ വർക്കായിട്ടില്ല. ശ്രീനാഥ് ബാസി പുള്ളി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റാണ്. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം. ഞാനിതൊരു സങ്കടമായിട്ടാണ് പറയുന്നത്. പുള്ളി അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ പ്രേതങ്ങളാവുമ്പോൾ അവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവണമല്ലോ. ആ ബാക്ക് സ്റ്റോറി അത്ര പവർഫുൾ ആയിരുന്നില്ല. അവതരിപ്പിച്ചതിലും ഇമോഷണൽ കണക്റ്റ് കുറവായിരുന്നു, ത്രില്ല് കുറവായിരുന്നു, ക്യൂരിയോസിറ്റി ഇതറിയണമല്ലോ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാക്കുന്നതും വളരെ കുറവായിരുന്നു. പിന്നെ ഇവർ പല സീനുകളിലും ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ ഒരു നരേഷൻ പോലെയാണ്. അതായത് ഇതിൽ ഒരു ക്യാരക്ടർ കഥ പറയുന്നു എന്നുള്ളതാണ്. ആ കഥ പറച്ചിലില്ലായിരുന്നെങ്കിലും ഇതിങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടി അതെന്തിനാ വെച്ചതെന്ന് തോന്നി. വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇവർ വരച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഒരു വലിയ മലയുടെ മുകളിലാണ്. അപ്പോൾ അവിടെ റോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കുന്നതിനേക്കാൾ നല്ലത് ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു തുടക്കം ഇവരെ കൊണ്ട് കാണിച്ചിട്ട് ബാക്കി വരച്ച് കാണിക്കുക. അത് ആക്ച്വലി നല്ലൊരു പ്രോസസ്സായിരുന്നു. അതായത് ഞാൻ ഒരാളെ ഇടിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വളരെ റിസ്ക് ആയിട്ടുള്ളൊരു ഷോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എടുത്തിട്ട് ബാക്കി പിന്നെ കംപ്ലീറ്റ് വരച്ചാണ് കാണിക്കുന്നത്. ആ അപകടവും കാര്യങ്ങളും എല്ലാം വരച്ച് കാണിച്ചിട്ട് പിന്നെ അതിന് ബാക്കി ഹ്യൂമൻ ബീയിങ്സിനെ കാണിക്കുക എന്ന് പറയുന്നത് അത് നല്ല രസമുണ്ടായിരുന്നു. അത് അവർ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇവരുടെ ടോട്ടൽ ഈ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തതായിരിക്കാം. നല്ല ഐഡിയ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളിത് ശരിക്കും ഒരു 2D ആനിമി പോലെ ഇറക്കിയിരുന്നെങ്കിൽ ഗംഭീര പടമായിരുന്നു. കാരണം പ്രേതങ്ങളുടെ ഈ ഒരു കോൺസെപ്റ്റ്, ഇതിൽ വന്നു പോയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചേർത്ത് കുറച്ചും കൂടി സമയമെടുത്ത് ഒരു 4 എപ്പിസോഡ് 5 എപ്പിസോഡുള്ള ഒരു ആനിമ ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ കിഡിലോസ്കി പരിപാടിയായി പോകുമായിരുന്നു. കാരണം ആ വരച്ച് ചെയ്തേക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. മാത്രമല്ല അതുപോലെയുള്ള ചില സീനിൽ ഈ പറയുന്നൊരു ചേഞ്ച് നമ്മൾ കാണേണ്ടത് ശ്രീനാഥ് ബാസിയിലാണ്. ആക്ച്വലി പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശ്രീനാഥ് ബാസിക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തതാണോ അതോ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നറിയില്ല. എനിവേ അതൊരു നല്ല പരിപാടിയായിരുന്നു. പക്ഷേ ഓൾറെഡി കണക്ഷൻ പോയിരിക്കുന്ന ഒരു സിനിമയിൽ നമ്മൾ ഈ പറയുന്ന കാര്യത്തിനൊരു ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ലൊരു കോൺസെപ്റ്റ്, കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തത്, ചില പ്ലേസ്മെൻറ്റ്സും സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഒരു സിനിമ ആദ്യമദ്യാന്തം നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ എൻഗേജ് ചെയ്യിച്ചിരുത്താൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഈ പറയുന്ന 1.25 മണിക്കൂറിലും ആ കഥയോ ഇമോഷൻസോ ഒന്നും, പ്രത്യേകിച്ച് ഈ പ്രേതങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴും ഒന്നും നമുക്ക് അവർ പ്രേതങ്ങളാണെന്ന് തോന്നുന്നില്ല. അതിൽ ഹൊറർ എലമെൻറ്റ്സ് അല്ല, അവർ കോമഡിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഹൊററായിട്ട് കുറച്ച് ജംസ്കെയർ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ ഏൽക്കുന്നില്ല എന്ന് തോന്നി. പിന്നെ പെർഫോമൻസും എനിക്ക് അത്ര സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ മൊത്തത്തിലൊരു ആവറേജിൽ താഴെ നിൽക്കുന്ന അനുഭവം എന്ന് മാത്രമാണ് എനിക്ക് കറക്കത്തിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ചും കൂടി സ്ക്രിപ്റ്റിൽ കിടന്ന് കറങ്ങി കുറച്ചും കൂടി നല്ല അഭിനേതാക്കളെ കണ്ടെത്താനും അവരുടെ നല്ല ഔട്ട്പുട്ട് പുറത്തെടുക്കാനുള്ളൊരു കറക്കമൊക്കെ നടന്നിരുന്നെങ്കിൽ കറക്കം കുറച്ചും കൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഈ സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഈ പറഞ്ഞതിലും താഴെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അതൊക്കെ ഡിപ്പെൻസ്. അപ്പം എല്ലാ സിനിമയും തിയേറ്ററിൽ പ്രേക്ഷകരെ അർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങളും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.